മലയാള സിനിമയുടെ തലവര തന്നെ മാറിയ വർഷമായിരുന്നു 2024. ഈ വർഷം നിരവധി മികച്ച സിനിമകളും പ്രേക്ഷകർക്ക് ലഭിച്ചിരുന്നു. കഥ കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും മറ്റ് സിനിമാ ഇൻഡസ്ട്രിയെ പോലും അതിശയിപ്പിക്കുന്ന പെർഫോമൻസുകളായിരുന്നു മലയാളത്തിലെ നടീനടന്മാർ കാഴ്ചവെച്ചത്. മികച്ച സിനിമകൾ പുറത്തിറങ്ങിയ ഈ വർഷം ആസിഫ് അലിക്ക് ലഭിച്ചത് വമ്പൻ അവസരങ്ങളായിരുന്നു. ലെവൽ ക്രോസ്, അഡിയോസ് അമീഗോ, കിഷ്കിന്ധാകാന്ഡം തുടങ്ങിയ നല്ല സിനിമകളായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയത്. ലെവൽ ക്രോസ് എന്ന ചിത്രത്തിൽ രഘു എന്ന കഥാപാത്രത്തെയാണ് ആസിഫ് അവതരിപ്പിച്ചത്. വേഷത്തിലായാലും ഭാവത്തിലായാലും ഇതുവരെ ചെയ്തു വെച്ച ചിത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. കിഷ്കിന്ധാകാന്ഡത്തിലെ അജയനും അഡിയോസ് അമീഗോയിലെ പ്രിൻസുമൊക്കെ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത കഥാപാത്രങ്ങളായിരുന്നു. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ പാർവതി അവതരിപ്പിച്ച അഞ്ജു എന്ന കഥാപാത്രവും ശ്രദ്ധേയമായിരുന്നു. ഉർവശിയുടെ ലീലാമ്മ എന്ന കഥാപാത്രവും മികച്ചതായിരുന്നു. മികച്ച നടിക്കുള്ള പുരസ്കാരവും ഈ സിനിമയിലെ അഭിനയത്തിന് ഉർവശിയെ തേടിയെത്തിയിരുന്നു. 2 ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. ബെന്യാമിന്റെ നോവലിനെ ആസ്പദമാക്കിയെടുത്ത ആടുജീവിതം എന്ന സിനിമയും മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു. നജീബായി അദ്ദേഹം മാറിയപ്പോൾ പ്രേക്ഷകർക്ക് ബുക്ക് വായിച്ച ഫീൽ തന്നെയാണ് കിട്ടിയതെന്ന് പറയാം. അത്രയ്ക്ക് മനോഹരമായാണ് ആ ക്യാരക്ടറെ പൃഥ്വിരാജ് അവതരിപ്പിച്ചത്. മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ഈ സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ഒരു പ്രവാസിയുടെ ജീവിതം വരച്ചുകാട്ടിയ ചിത്രം ഓരോ പ്രേക്ഷകന്റെ ഉള്ളിലും ഒരു നോവായി മാറിയിരുന്നു. ബറാക് ഒബാമയുടെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നായി മാറിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റും പ്രേക്ഷക പ്രിയം നേടിയിരുന്നു. പ്രഭ എന്ന കഥാപാത്രത്തെയാണ് കനി അതിൽ അവതരിപ്പിച്ചത്. കിഷ്കിന്ധാകാന്ഡത്തിലെ അപ്പു പിള്ളയായെത്തിയ വിജയരാഘവനും തന്റെ കരിയറിലെ മികച്ച വേഷങ്ങളിലൊന്നാണ് അവതരിപ്പിച്ചത്. ടൊവിനോ തോമസ് നായകനായി എത്തിയ അജയന്റെ 2ാം മോഷണവും മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു. അജയൻ, മണിയൻ, കുഞ്ഞിക്കേളു എന്നീ 3 കഥാപാത്രങ്ങളിലൂടെയാണ് ചിത്രം കടന്നുപോയതെങ്കിലും മണിയൻ എന്ന കഥാപാത്രത്തെയായിരുന്നു പ്രേക്ഷകർ കൂടുതൽ ഏറ്റെടുത്തത്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് സുരഭി ലക്ഷ്മി അവതരിപ്പിച്ച മാണിക്യം എന്ന കഥാപാത്രവും. ഭ്രമയുഗം എന്ന സിനിമ ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും പ്രേക്ഷകർക്ക് നൽകിയത്. കൊടുമൻ പോറ്റി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അതിൽ അവതരിപ്പിച്ചത്. ആവേശം എന്ന സിനിമയിലെ രംഗൻ എന്ന കോമഡി കഥാപാത്രത്തെയാണ് ഫഹദ് ഫാസിൽ അവതരിപ്പിച്ചത്. ആവേശം എന്ന സിനിമയിലെ രംഗൻ എന്ന കോമഡി കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഫഹദ് ഫാസിലും തന്റെ 2024 ബെസ്റ്റിൽ ഇടം നേടിയിരുന്നു. അമൽ നീർ സംവിധാനം ചെയ്ത ബൊഗൈൻ വില്ലയിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ടത് ജ്യോതിർമയുടെ പെർഫോമൻസ് തന്നെയായിരുന്നു. സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലറായ ചിത്രത്തിൽ റീതു എന്ന കഥാപാത്രത്തെയാണ് ജ്യോതിർമയി അവതരിപ്പിച്ചത്. അങ്ങനെ ഈ വർഷം അവസാനിക്കുമ്പോൾ നിരവധി നല്ല ചിത്രങ്ങളും അതിലുപരി വ്യത്യസ്ത കഥാപാത്രങ്ങളുമാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ പല സിനിമകളിലും മികച്ച വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകരെ ഞെട്ടിച്ച നിരവധി നടീനടന്മാരെയും ലഭിച്ച ഒരു വർഷം കൂടിയായിരുന്നു 2024. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.